അപ്പോ നല്ല മനസ്സൊന്ന് സുഖാക്കുക. മനസ്സ് നല്ല തൃപ്തിയാണ്. ഇന്നലെ മുതൽ എനിക്ക് ഈ നറുക്കെടുത്ത മുതൽ മനസ്സ് തൃപ്തിയാണ്. എന്റെ വീടാണ് സാർ, എന്റെ പേര്. എന്റെ വീട്ടില് പാത്തുമ്മ, എന്റെ ഭാര്യ. വീട്ടില് മന്ത്രി എല്ലാവർക്കും കല്യാണം കാണണമെന്ന്. കാരണം ഒരു എല്ലിന് പോലും കുറ്റം പറയാൻ പറ്റില്ല. ഈ സർക്കാർ ഇല്ലെങ്കിൽ ഞങ്ങളില്ല. 7 സെന്റ് ഭൂമിയുണ്ട്, ഈ വീടുണ്ട്. ഈ വീടിനകത്തുള്ള എല്ലാ മെറ്റീരിയൽസിനും 7 വർഷം മുതൽ 20 വർഷം വരെ മെയിന്റനൻസിന്റെ കാലാവധി ഉണ്ട്. ഡിഫക്റ്റ് ലൈബിലിറ്റി എന്ന് പറയും, DLC ഉണ്ട്. പുറത്ത് നല്ല സൗകര്യമാണ്. മുകളില് 240 യൂണിറ്റ് വരെ വൈദ്യുതി ഒരു മാസം ഫ്രീ ആയിട്ട് കിട്ടും. അതിൽ കൂടുതൽ വന്നാലേ പ്രശ്നമുള്ളൂ. ഇതിന് നോക്കിയ പട്ടയം മാത്രമേ അതെ ഇനി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മൾ കളക്ടറേറ്റില് ഒരു കൗണ്ടർ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇനി കുറഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും ബന്ധപ്പെടാനുണ്ടെങ്കിൽ ഒരു കൗണ്ടർ ആയിക്കോട്ടെ. നിങ്ങൾ ഇനി ഇവിടെ കയറി താമസിക്കുക. ഇപ്പൊ CM പ്രഖ്യാപിച്ചല്ലോ, ഒക്കെ പുതിയ ഫർണിച്ചർ മതി. പഴയത് വേണ്ട, പഴയത് ആർക്കെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് പുതിയ ഫർണിച്ചർ, എല്ലാം പുതിയ ഫർണിച്ചർ, പൂർണ്ണമായ പൈസ സർക്കാർ തരും. അപ്പൊ അതിന്ന് CM പ്രഖ്യാപിച്ചു. പട്ടയത്തിന്റെ അടയ്ക്കേണ്ട പണം എല്ലാ കറണ്ടിന്റെ ചെലവ് 3 മാസം ഗവൺമെന്റ് തരാന്ന് പറഞ്ഞത്. എല്ലാ ചെലവും ഈ ഭക്ഷണം, ഞങ്ങൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം വരെ ഭക്ഷണം തരും. നിങ്ങൾ കയറി താമസിക്കുന്നവരെ വാടക മുടങ്ങില്ല. നിങ്ങൾ കയറി താമസിക്കുന്നവരെ 9,000 രൂപ കിട്ടുന്നത് മുടങ്ങില്ല. കയറി താമസിക്കുന്നവരെ നിങ്ങളുടെ ഫുഡ് കൂപ്പൺ മുടങ്ങില്ല. ഫുഡ് കൂപ്പൺ കുറച്ചും കൂടി കാലം പിന്നെ പറ്റും. നമുക്ക് നോക്കാം. അപ്പോ നല്ല മനസ്സൊന്ന് സുഖാക്കുക. മനസ്സ് നല്ല തൃപ്തിയാണ്. ഇന്നലെ മുതൽ എനിക്ക് ഈ നറുക്കെടുത്ത മുതൽ മനസ്സ് തൃപ്തിയാണ്. എന്താ പറയുക, എനിക്ക് വിചാരിച്ചെടുത്ത് എനിക്ക് വീട് കിട്ടി. സന്തോഷം ഇതായിരുന്നല്ലോ സാറേ, ഏറ്റവും വലിയ മെയിൻ അത് കിട്ടി. ഈ നറുക്കെടുപ്പ് വെച്ച ഏറ്റവും വലിയ തലയുള്ള ആള് നല്ല സത്യത്തിൽ ഈ ആളുകൾക്ക് നമ്മള് ഇപ്പൊ പല ആളുകളും നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കിട്ടിയ ദുരിതാശ്വാസ നിധിയിലെ കാശ് എടുത്തിട്ട് കുറേശ്ശെ കാശ് ഇവർക്ക് വിതരണം ചെയ്തുകൂടെ. ഇവിടെ എവിടെ പോയിട്ട് ഒരു സ്ഥലം മേടിക്കുക. എല്ലാ സ്ഥലവും പ്ലാന്റേഷൻ മുറിച്ചു വിട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. അതെടുത്താൽ ഇവർക്ക് ഔപചാരികമായിട്ടുള്ളവർക്ക് രേഖ കിട്ടില്ല. പ്ലാന്റേഷൻ മുറിച്ച് മേടിച്ച സ്ഥലം മേടിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഒരു പാവപ്പെട്ടവന് ഇനി 50 ലക്ഷം രൂപ കിട്ടിയാൽ പോലും ഒരു വീട് മേടിച്ച് ഒരു ഭൂമി മേടിച്ച് അവിടെ വീട് വെച്ചാൽ ഒരുമിച്ച് താമസിക്കാൻ പറ്റുമോ? എല്ലാം ചുറ്റുവട്ടതായി, എല്ലാം പരിചയക്കാര്, എല്ലാം ഈ ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇപ്പോ LP സ്കൂൾ വരികയാണ്, ഇപ്പോ ആശുപത്രി വരികയാണ്. ഇനി നമ്മുടെ ലിസ്റ്റില് കളിക്കളുണ്ട്, നമ്മുടെ ലിസ്റ്റിൽ ലൈബ്രറി ഉണ്ട്, ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്. ഒരു വഴിക്കും വരെ പോകണ്ട. 11.5 കിലോമീറ്റർ റോഡുണ്ട്. അതായത് ഒരു ന്യായമായിരുന്നു. സത്യത്തിൽ ഓഗസ്റ്റ് 24 ഇവരെല്ലാം കൂടിയിട്ടൊരു നഗരം വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു മുന്നനുഭവം നമുക്കില്ല. ഒരു നഗരവും കേരളത്തിൽ എവിടെയും ദുരന്തബാധിതർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ മുഖ്യമന്ത്രി ഒരു ധൈര്യം പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് മുട്ടല്ലേ എന്ന്. അങ്ങോട്ട് മുട്ടി നോക്കി. ഇപ്പൊ പലരും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഭൂമി അനുവദിച്ചു തന്നിരുന്നെങ്കിൽ കൂടുതൽ. സർക്കാരിന് തന്നെ ഭൂമിയില്ല, നമ്മള് കാശ് കൊടുത്ത് മേടിച്ചതാ. ഈ ഭൂമി നമ്മള് എൽസ്റ്റോൺ എസ്റ്റേറ്റിന്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് മേടിച്ച ഭൂമിയാണ്. നമ്മുടെ അവിടുന്ന് ഭൂമി കൊടുക്കുക, ആരും നമ്മളോട് ചോദിച്ചില്ല. അപ്പോ ഈ ഭൂമി മേടിച്ചു, ഇവിടെ ഒരു ടൗൺഷിപ്പ് കെട്ടി. അത് ഞങ്ങൾ ആലോചിക്കുന്നത് 1.5 കൊല്ലം ഞങ്ങൾ വെറുതെ തെറി കേട്ടു. ഇങ്ങനെ ഭൂമി വരില്ല, കേസ് കൊടുത്തു, അതിന്റെ പിന്നാലെ നടന്നു. ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരോടും പറയാം.